ഈശോയ്ക്കും അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു ഈ പുണ്യഭൂമിയിൽ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റിയതിന്. ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ നിന്ന് പുത്തമ്പേലിക്കര പഞ്ചായത്തിൽ നിന്ന് കീഴ്പ്പാടം ഇടവകയിൽ നിന്ന് വരുന്നു. മോളി ജോസ് പേര്. ഞാൻ ഉടമ്പടി എടുക്കാൻ വന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. 3 മാസം അവൾ ഇവിടുന്ന് പോയിട്ട് പഠിപ്പൊക്കെ കഴിഞ്ഞു. ജോലിയില്ലാതെ 3 മാസം കുത്തിയിരുന്നു. ആകെ മനുഷ്യന് വിഷമമായി. അപ്പം മോൻ വിളിച്ചു പറഞ്ഞ്, അമ്മ അവൾക്ക് ഭയങ്കര വിഷമമായി, ജോലിയൊന്നും കിട്ടണില്ല, അമ്മ നല്ലോണം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മോൾക്ക് വേണ്ടി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. വീട്ടിൽ ചെന്ന് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റൂമിലേക്ക് കടന്നപ്പോൾ മാതാവ് ചുമരും മരിക്കേണ്ടത് ഞാൻ കണ്ടു. അപ്പം എനിക്ക് തോന്നി എൻ്റെ കാര്യങ്ങളൊക്കെ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. ഇനി എല്ലാ കാര്യങ്ങളും എൻ്റെ മാതാവ് നോക്കിക്കോളും ഞാൻ വിചാരിച്ചു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മോൻ വിളിച്ചു പറഞ്ഞ്, അമ്മ അവൾക്ക് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ട്, അമ്മ നല്ലോണം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ് ഞാൻ തിരികെ എത്തിച്ചുകൊണ്ടിരുന്ന്. ആ സമയം മോൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് തിരികെ എത്തിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അത് കഴിഞ്ഞ് ഇൻ്റർവ്യൂ പാസ്സായി. പക്ഷേ ജോലി കിട്ടിയത് 2 മണിക്കൂർ അകലം പോയിട്ട് വേണം ജോലി ചെയ്തുകൊണ്ട് വരാൻ. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ പറഞ്ഞ്, മോൻ പ്രാർത്ഥിക്ക്, ഇതിൽ അടുത്ത് ജോലി നല്ലത് ശരിയാക്കി മാതാവ് തരും, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് 10-15 ദിവസം കഴിഞ്ഞപ്പോൾ തിരികെ മോൻ വിളിച്ചു, അമ്മേ വേറൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്, അവൾ അതിന് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്, അമ്മ പ്രാർത്ഥിച്ചോളൂ എന്ന് പറഞ്ഞ് അന്നും ആ സമയം വിളിച്ചു പറഞ്ഞപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ തിരികെ എത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് അതും പാസ്സായി. അതിന് അരമണിക്കൂർ അകലെയാണ് കിട്ടിയത്. അപ്പോൾ അത് കാരണം ആ ജോലി ചെയ്തു. അതും ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ച കാര്യങ്ങൾ, എനിക്ക് 6 കാര്യം ഞാൻ വെച്ചിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങൾ എനിക്ക് മാതാവ് നടത്തി തന്നു. എനിക്ക് 19 കൊല്ലമായി ശ്വാസം മുട്ടായിരുന്നു. മോൻ പോയപ്പോൾ ഇതിനൊക്കെ വലിക്കാനുള്ള മിഷീനൊക്കെ മേടിച്ച് വെച്ചുകൊണ്ട് പോയി. പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ രോഗം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ എനിക്ക് കാല് ഭയങ്കര മരയപ്പും കൈയൊക്കെ ഇതാർന്ന് പിരിഞ്ഞിങ്ങനെ പോണ മാതിരിയാർന്ന്. ഒരാൾ വന്ന് പിടിക്കണം അത് മാറണമെങ്കിൽ. ആ രോഗവും മാതാവ് എനിക്ക് മാറ്റി തന്ന്. അങ്ങനെ 3 കാര്യങ്ങൾ മാതാവ് എനിക്ക് സാധിച്ചു തന്ന്. പിന്നെ ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് മോൻ പോയത്. കുറച്ചൊന്നും അല്ല, വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് അവൻ ജോലി ചെയ്ത് അതെല്ലാം വീട്ടാനൊക്കെ മാതാവ് കുറേയൊക്കെ സാധിച്ചു തന്നു. ഇനിയും മാതാവ് അത് സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ മോക്ക് വിസ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ ഒക്ടോബർ 2021 സ്റ്റുഡൻറ്റ് വിസയിലാണ് UK പോയത്. വാവേനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. 2.5 വയസ്സുള്ളപ്പോൾ ഞാനിവിടുന്ന് പോയത്. സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വാവേനെ കൊണ്ടുപോകാൻ പറ്റിയില്ല. വിസ കിട്ടിയ ശേഷം കൊണ്ടുവരണം എന്നായിരുന്നു ആഗ്രഹം. 2021 പോയി, 22 മാറി, 23 24 വർഷങ്ങൾ കടന്നു പോകുന്നു. വിസയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നില്ല. ഞാൻ പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂവിലെല്ലാം വിസ കൊടുക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല. എന്താണ് കാരണം എന്നൊന്നും എനിക്കറിയില്ല. പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പിന്നെ പ്രാർത്ഥിക്കാൻ നിർത്തി. എനിക്ക് നിരാശ വന്നു. കൊച്ചിനെ കാണാൻ പറ്റാത്തതിൽ നിർത്തി പോന്നാലോ എന്ന് വരെ വിചാരിച്ചു. വീട്ടുകാരും എല്ലാവരും ചോദിച്ചു, നിങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണോ UK പോയേക്കുന്നത്, കൊച്ചിനെ കൊണ്ടുപോകുന്നില്ലേ എന്ന്. അവർക്ക് ആ ചോദിക്കുമ്പോൾ സന്തോഷം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾക്കത് കേൾക്കുമ്പോൾ എങ്ങനെയെങ്കിലും നിർത്തി പോന്നാ മതി എന്നുള്ള സങ്കടമായിരുന്നു. അതിനുശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ച് UK നിയമം മാറുന്നതനുസരിച്ച് നമ്മൾ പേപ്പർ കൊടുക്കുമ്പോൾ അന്നത്തെ ദിവസം ഡിപ്പെൻഡൻ്റ് വിസ നിർത്തി കഴിഞ്ഞു. പിന്നെ 1 വർഷം കൂടി കഴിഞ്ഞു, ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. അത് കഴിഞ്ഞ് വിസ സാലറി ത്രഷോൾഡ് കൂട്ടണേന് മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ അടിച്ച് കിട്ടി. 2025 ജൂലൈ 28 ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് അമ്മ സ്വപ്നം കണ്ട പോലെ ഞങ്ങൾക്ക് വിസ കിട്ടി. ഇപ്പോൾ ഞങ്ങൾ 4.5 വർഷത്തിന് ശേഷം ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ വന്നു. ഞങ്ങളിപ്പോൾ UK പോകാനായിട്ട് കൊച്ചിൻ്റെ പേപ്പറുകളൊക്കെ സബ്മിറ്റ് ചെയ്തു. ഞങ്ങളുടെ കൊച്ചിനെ കാണാൻ സാധിച്ചതിലും നാട്ടിൽ വരാൻ സാധിച്ചതിലും ഞങ്ങൾക്ക് ദൈവം നൽകിയ മാതാവ് നൽകിയ അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. അതോടൊപ്പം നാട്ടിൽ വരുന്നതിന് മുമ്പ്
അപ്പച്ചനും അമ്മച്ചിക്കും ഞങ്ങളുടെ വീടിൻ്റെ ആധാരം കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞങ്ങൾ എന്ന് നാട്ടിൽ വരണോ അതിന് തൊട്ട് മുമ്പ് എനിക്ക് അപ്പനമ്മയ്ക്കും ആധാരം തിരിച്ചു കൊടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. മാതാവിൻ്റെ കൃപാകടാശത്തിൽ ഞങ്ങൾ വരണേന് 1 മാസം 1.5 മാസം മുമ്പ് ഞങ്ങളുടെ അപ്പനമ്മയ്ക്കും ആ പേപ്പർ അവരുടെ അലമാരി കൊണ്ടുവന്ന് വയ്ക്കാൻ സാധിച്ചു. ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഞങ്ങൾ സ്റ്റുഡൻറ്റ് വിസയിലാണ് പോയത് 2021. സ്റ്റുഡൻറ്റ് വിസ കഴിഞ്ഞ് ആ സമയത്ത് കെയർ വിസയ്ക്ക് ഡിപ്പെൻഡൻ്റ് അലൗഡായിരുന്നു. കെയർ ഡിപ്പെൻഡൻ്റ് അലൗഡാണ് സമയത്ത് മാർച്ച് 10-ാം തീയതി ഞങ്ങൾ വിസയ്ക്ക് പേപ്പർ വെച്ചു. അതുവരെ അവർ വിസ തരാമെന്ന് പറഞ്ഞ് ഹോൾഡ് ചെയ്ത് വെച്ചു. അന്ന് രാത്രി 12 മണിയായപ്പോൾ അവർ പറഞ്ഞു വിസ തരാൻ പറ്റൂല, നിയമം മാറിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾക്ക് വിസയുടെ പേപ്പർ കിട്ടാൻ ലേറ്റ് ആയത്. അത് കഴിഞ്ഞ് വീണ്ടും വിസയ്ക്ക് വെച്ചു. വീണ്ടും പറഞ്ഞു ഡിപ്പെൻഡൻറ്റ് അലൗഡല്ല, നാട്ടിൽ നിന്നുള്ള ഓവർസീസിന് നമുക്ക് എടുക്കാൻ പറ്റില്ല, കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വീണ്ടും ഒരുപാട് അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയൊരു വിസ കിട്ടിയത്. ഞങ്ങൾ വിസ തീരാനായിട്ട് ഓഗസ്റ്റ് 3-ാം തീയതി 2025 3-ാം തീയതി വിസ തീരും. വിസ തീരണേന് ഒരു 5 ദിവസം മുമ്പാണ് ഞങ്ങളുടെ വിസയുടെ ഇങ്ങനൊരു വിസയുണ്ട്, നിങ്ങൾ എടുക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് ഒരു ചേട്ടൻ വന്നത്. അങ്ങനെയാണ് ഞങ്ങൾ വിസ എടുക്കാൻ തീരുമാനിച്ചത്. വിസ കിട്ടുമോ കിട്ടില്ലെന്നൊന്നും ആ ചേട്ടൻ ഉറപ്പ് പറഞ്ഞില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ച് കൊച്ചിനെ കൊണ്ടുവരണം, വീട്ടിൽ പോകണം എന്നുള്ള ഒറ്റ ഇതിൽ മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ വിസയുടെ പേപ്പർ വെച്ചു. വിസയുടെ പേപ്പർ വയ്ക്കുന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഡേറ്റ് തെറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എവിടെ നിന്നൊക്കെയോ ആരോ പറഞ്ഞ പോലെ തോന്നി ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്യാൻ. ആ സമയത്ത് ചെക്ക് ചെയ്തു. രൂപക്കൂടിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ഒരു ചേട്ടൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കണേ. 1-2 മിനിറ്റുകൾക്കുള്ളിൽ അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ കൊച്ചിനെ കൊണ്ടുവരാൻ പറ്റില്ല, UK വിടണം എന്നുള്ള തീരുമാനത്തിൽ നിൽക്കുന്ന സമയത്ത് 3 മിനിറ്റിൽ മാതാവ് എങ്ങനെയാണ് എവിടെ നിന്നാ എന്നൊന്നറിയില്ല ആ ഫോം വീണ്ടും ഫില്ല് ചെയ്ത് എനിക്ക് വിസ അപ്രൂവ് ആയിട്ട് കിട്ടി. ഓഗസ്റ്റ് 3-ാം തീയതി വിസ തീരണം. ഞാൻ ഓഗസ്റ്റ് 2-ാം തീയതി എനിക്ക് വിസ അടിച്ച് എൻ്റെ കൈ കിട്ടി. ഞാൻ ദൈവത്തിന് എന്തോരം നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും സങ്കടപ്പെട്ട ദിവസങ്ങളായിരുന്നു. പക്ഷേ ഞാൻ വിസ അടിച്ചു, എൻ്റെ കൊച്ചിന് സന്തോഷമായി. മമ്മി ഞാൻ വരുമല്ലോ, മമ്മി വിഷമിക്കണ്ട, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്നെ എത്രത്തോളം സ്നേഹിച്ചു എന്നും എത്രത്തോളം കരുതിയെന്നും എനിക്ക് അപ്പം മനസ്സിലായി. ദൈവത്തോട് കൂടുതൽ അടുക്കാൻ എനിക്ക് സാധിച്ചു. ദൈവം അതോട് എൻ്റെ കൂട്ടുകാർ ഒരുപാട് പേരിങ്ങനെ വിസയില്ലാതെ വിഷമിക്കുന്നുണ്ട്. അവരോട് എല്ലാവരോടും ഞാൻ പറയാറുണ്ട്, മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കി, ദൈവം നിങ്ങൾക്ക് നല്ലൊരു വഴി തരും, വാവേനെ കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ ദൈവം എനിക്ക് നൽകിയതുപോലെ അവർക്കും നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണത് ഇവിടുന്ന് 3 കെട്ട് പേപ്പർ ഞാൻ മേടിച്ചുകൊണ്ട് പോകും. കുറച്ചൊക്കെ ഞാൻ പള്ളികളിൽ കൊണ്ടുപോയി കൊടുക്കും. ബാക്കിയൊക്കെ ഞാൻ ഓരോ വീടുകളും കയറി ഇറങ്ങി പ്രാർത്ഥിച്ച് ഈ പേപ്പർ മുഴുവനും തീരാണ്ട് ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ കയറില്ല. അങ്ങനെ ചെയ്യാറ് പതിവ്. പിന്നെ ദിവസവും ഞാൻ പള്ളിയിൽ പോവും. പിന്നെ ഗവൺമെൻറ് ആസ്പത്രികളിലൊക്കെ പോയി രോഗികളെയൊക്കെ കാണും. തീരെ അവശതയായി കിടക്കുന്നവർക്ക് ഞാൻ പൈസ കൊണ്ടുപോയിട്ടുണ്ടാവും. കുറച്ച് എൻ്റെ എളിയ സഹായം ഞാൻ അവർക്കൊക്കെ ചെയ്തു കൊടുക്കും. പിന്നെ നാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ക്യാൻസർ രോഗികളുണ്ടെന്ന് അങ്ങനെ എനിക്ക് അറിവ് കിട്ടിയാൽ ഒന്നില്ലെങ്കിൽ ഞാൻ മോനെ വിളിച്ചു പറയും, എടാ ഇന്ന ചേച്ചിക്ക് പാടില്ല, നമുക്ക് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞാൽ മോൻ അയച്ചു തരും. അപ്പോൾ അത് ഞാൻ ആൾക്ക് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ആരെങ്കിലും ഈ മൊബൈലിലൊക്കെ അയക്കും ഇങ്ങനെ വയ്യാത്ത രോഗികൾക്കൊക്കെ എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന്. അപ്പം ഞാൻ എളിയ സഹായങ്ങൾ ഞാൻ അതിനകത്തേക്ക് ആ നമ്പറിൽ അയച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കാരുണ്യ പ്രവർത്തനം ഇതൊക്കെ ചെയ്യണത്. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 36, 7, 8 തിരുവചനങ്ങൾ. ദൈവമേ, അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം! മനുഷ്യമക്കൾ അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു. അവർ അങ്ങയുടെ ഭവനത്തിലെ സമൃദ്ധിയിൽ നിന്ന് വിരുന്നുണ്ട് തൃപ്തിയടയുന്നു. അവിടുത്തെ ആനന്ദധാരയിൽ നിന്ന് അവർ പാനം ചെയ്യുന്നു. മോളി ജോസ് എന്ന ഈ സഹോദരിയും മോളും കുഞ്ഞും വലിയ സന്തോഷത്തോടും നന്ദിയോടും കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ജീവിതത്തിൽ ലഭിച്ച നല്ല അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി സൂചിപ്പിച്ചു, സഹോദരിയുടെ ശാരീരികമായ വിവിധ രോഗക്ലേശങ്ങൾക്ക് അമ്മ മാതാവ് എങ്ങനെ സംരക്ഷിക്കുകയും സഹായിക്കുകയും നേർച്ചവസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ സൗഖ്യവും ആരോഗ്യവും പ്രദാനം ചെയ്യുകയും ചെയ്തുവെന്ന്.
അതിനേക്കാൾ ഏറെ അമ്മ സൂചിപ്പിച്ചത് തൻ്റെ മകന് വേണ്ടി, മകൻ്റെ വിദേശത്തുള്ള വാസം, ജോലി, അവിടെയുള്ള ക്ലേശങ്ങൾ തരണം ചെയ്യുവാനുള്ള ശക്തിക്ക് വേണ്ടിയാണ് അമ്മയുടെ അരികിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചിരുന്നത്. അത് മോളുടെ വാക്കുകളിൽ അതിൻ്റെ ദൈന്യത മുഴുവനും നമ്മൾ മനസ്സിലാക്കി. ആദ്യത്തത്, അവിടെ ചെന്ന് ജോലി കണ്ടെത്താനാവാതെ വിഷമിച്ച അവസരം അമ്മ മാതാവ് മകൾക്ക് ജോലി അനുവദിച്ച് കൊടുത്തത് സാക്ഷ്യപ്പെടുത്തി. രണ്ടാമത്തത്, സ്റ്റുഡൻറ്റ് വിസയിൽ പോയിട്ട് അത് കെയർ വിസയായിട്ട് മാറാൻ വേണ്ടി പരിശ്രമിച്ച് ഏറെ പരാജയപ്പെട്ടത്, തിരികെ നാട്ടിലേക്ക് പോരേണ്ടി വരുന്ന വളരെ വലിയ ക്ലേശകരമായൊരവസ്ഥ, അവസാന നിമിഷം വരെയും ഒരു വഴി തുറക്കാതെ അമ്മയുടെ അരികിൽ നിരന്തരം കണ്ണീരോടെ ആ നിയോഗം വെച്ച് നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ സാക്ഷ്യമാണ് പങ്കുവെച്ചത്. മകൾ അതുകൊണ്ടാണ് അത്ര വിങ്ങിപ്പൊട്ടി തൻ്റെ ജീവിതത്തെ അമ്മയുടെ അരികിൽ സമർപ്പിക്കുന്നത്. മറ്റൊന്നുകൂടി അതിനോട് ചേർത്ത് വയ്ക്കാനുണ്ട്. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് നാട്ടിൽ ഏൽപ്പിച്ചു പോയതാണ്. കുഞ്ഞിനെ പിന്നെ കാണുവാൻ പോലും പറ്റിയിട്ടില്ല. അതിനെ വീഡിയോയിലൂടെ കാണുന്നതല്ലാതെ അരികിൽ ചേർത്ത് നിർത്തുവാൻ പറ്റാതെ ക്ലേശിക്കുന്നു. കുഞ്ഞിന് 3-4 വയസ്സെത്തി. നാട്ടിൽ ഇവർക്ക് വരുവാനോ കുഞ്ഞിനെ അങ്ങോട്ട് കൊണ്ടുപോകുവാനോ പറ്റാത്ത വിധം, കുഞ്ഞിന് വിസ കിട്ടാത്ത വിധം അതിൻ്റെയും കാര്യങ്ങളേറെ ക്ലേശത്തിലായി. ഈ ഇത്രയും ഗുരുതരമായ ജീവിത പ്രതിസന്ധിയുടെ സാഹചര്യങ്ങളെയാണ് അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. 2-3 തവണ വിസയ്ക്ക് വേണ്ടി പണം ഏൽപ്പിച്ചു. ചില തവണ 1-2 തവണ പണം നഷ്ടപ്പെട്ടു. ഒരു തവണ പണം തിരികെ കിട്ടി. വിസയുടെ കാര്യം മാത്രം മുന്നോട്ടൊന്നും പോകുന്നില്ല. അങ്ങനെ തീ കൊണ്ട് മാത്രം ജീവിച്ച നാളുകൾ, കണ്ണീര് കൊണ്ട് മാത്രം ദിവസങ്ങൾ കടന്നു പോകുന്നത്, ഈ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ച് ജീവിതവും ഭാവിയും തീരുന്നുവെന്ന് മാത്രം മുൻപിൽ ബ്ലാങ്കായി നിൽക്കുന്ന സാഹചര്യങ്ങൾ. അവിടെയാണ് ഈ അമ്മ നാട്ടിൽ ഉടമ്പടിയെടുത്ത് നിരന്തരം കൃപാസന മാതാവിനോട് അസാധ്യമെന്ന് കരുതുന്ന ഈ ജീവിത വിഷയത്തെ ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വഴി തുറക്കുന്നതിന്, കുടുംബം സംരക്ഷിതമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. മക്കൾ അതുപോലെ വിദേശത്തും കണ്ണീരോടുകൂടി അമ്മയുടെ അരികിൽ ആഗ്രഹത്തോടെ നിയോഗം സമർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുന്ന നിയോഗത്തിന് സമയച്ചുരുക്കം മാതാവിൻ്റെ കരങ്ങളിൽ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട് ജീവനോട് പ്രത്യക്ഷപ്പെട്ട അമ്മ ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണമെന്ന് സന്ദേശം കൈമാറി അമ്മയുടെ അരികിൽ ഏതു ജീവിത ദുരന്തത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴും അമ്മ സമയത്തിന് മേൽ അധികാരമായതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൈവിടാതെ സംരക്ഷിക്കുമെന്ന് ഈ കുടുംബം ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. അതാണ് മകൾ പറഞ്ഞത്. 3-ാം തീയതി എൻ്റെ വിസ തീരും, 2-ാം തീയതി അവസാന മണിക്കൂറുകളിൽ എനിക്കെൻ്റെ വിസ അടിച്ച് കയ്യിൽ ലഭിച്ചു. കുഞ്ഞിൻ്റെ വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഏറെ തടസ്സങ്ങളും ക്ലേശങ്ങളും ഉണ്ടായി. എങ്കിലും അതിൻ്റെയും തടസ്സങ്ങളും ക്ലേശങ്ങളും അവിടെ വന്ന നിയമപരമായ വ്യത്യാസങ്ങളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുപോകുവാൻ പറ്റുന്ന വിധത്തിൽ വിസ പ്രോസസ്സ് പൂർത്തീകരിച്ചെടുക്കുവാൻ സാധിച്ചുവെന്ന്. നമുക്ക് കണ്ണുകൾക്ക് വെളിച്ചമില്ലാത്ത വിഷയങ്ങൾ, കരങ്ങൾക്ക് നേടുവാനാവാത്ത പരിശ്രമങ്ങൾ, ജീവിതത്തിൽ ആകെ തകർന്നിരിക്കുന്ന സാധ്യതകൾ എല്ലാം അമ്മയുടെ കരങ്ങളിലേക്ക് വിശ്വാസത്തോടെ ഏൽപ്പിച്ചു കൊടുത്ത് വിശ്വസ്തയോടുകൂടി ജീവിക്കുവാൻ തയ്യാറാണെങ്കിൽ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന, അടയാളങ്ങൾ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കുന്ന കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണത്തിൻ്റെ സാഹചര്യങ്ങളും അനുഗ്രഹങ്ങളും നമുക്ക് ജീവിതത്തിൽ കൈമാറുന്നത് കാണുവാൻ പറ്റും. അതുകൊണ്ട് ഈശോയുടെ കരങ്ങളിലേക്ക് ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലേശിക്കുന്ന വിഷയങ്ങൾ, വേദനിക്കുന്ന അനുഭവങ്ങൾ, തകർന്നു കിടക്കുന്ന മേഖലകൾ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുത്ത് അമ്മയുടെയും ഈശോയുടെയും സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി നന്ദി പറഞ്ഞ് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.